ഏറെ രാഷ്ട്രീയ കോളിളക്കങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്ന സംസ്ഥാനമാണ് ബീഹാർ. ജെ.ഡി.യുവും ബി.ജെ.പിയും ഒറ്റക്കെട്ടായി മത്സരിക്കുമ്പോൾ ആർ.ജെ.ഡിയും കോൺഗ്രസുമാണ് മറുചേരിയിൽ നിൽക്കുന്നത്. ഏതു പാർട്ടിക്കൊപ്പം നിന്നിട്ടാണെങ്കിലും വേണ്ടില്ല, അധികാര കസേര ഉറപ്പിച്ച് നിർത്തുക എന്ന ലക്ഷ്യം മാത്രമുള്ള നിതീഷ് കുമാറിൻ്റെ നിലപാടുകൾ ബി.ജെ.പിക്ക് തലവേദന സമ്മാനിക്കുന്നുമുണ്ട്. ഈ സാഹചര്യത്തിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്ത് നീക്കമാണ് ബീഹാർ കേന്ദ്രീകരിച്ച് നടക്കുക എന്ന് ഉറ്റുനോക്കുകയാണ് രാഷ്ട്രീയ നിരീക്ഷകർ. ഈ രാഷ്ട്രീയ കോലാഹലങ്ങളിലേക്ക് തലയിടുകയാണ് രാഷ്ട്രീയ തന്ത്രജ്ഞൻ എന്ന വിളിപ്പേര് കിട്ടിയ പ്രശാന്ത് കിഷോർ. ബി.ജെ.പിയുമായി സമീപകാലത്ത് അടുത്തു നിൽക്കുന്ന പ്രശാന്തിൻ്റെ രാഷ്ട്രീയ പ്രവേശനത്തിൽ ബി.ജെ.പിക്ക് വലിയ മതിപ്പില്ല. പ്രശാന്ത് കിഷോർ ബി.ജെ.പിയിൽ ചേർന്നേക്കും എന്ന രീതിയിൽ വാർത്തകൾ വന്നെങ്കിലും അതുണ്ടായില്ല. പകരമാണ് പുതിയ പാർട്ടിയുമായി തിളച്ചുമറയുന്ന ബീഹാർ രാഷ്ട്രീയത്തിലേക്ക് പ്രശാന്ത് കിഷോർ ഇറങ്ങിച്ചെല്ലുന്നത്. ഒക്ടോബർ 2-ാം തീയതി ഗാന്ധി ജയന്തി ദിനത്തിൽ ജൻ സൂരജ് പാർട്ടിയെ തൻ്റെ രാഷ്ട്രീയ പാർട്ടിയായി ഔദ്യോഗികമായി പ്രഖ്യാപിക്കുമെന്ന് പ്രശാന്ത് കിഷോർ അറിയിച്ചിരിക്കുകയാണ്. പട്നയിലെ ബാബു സഭാഗറിലെ ജൻ സൂരജ് ക്യാമ്പയിനിലെ പ്രവർത്തകരുടെ യോഗത്തിലാണ് കിഷോർ നിലപാട് പരസ്യമാക്കിയത്. ഒക്ടോബർ 2-ന് ഔദ്യോഗികമായി പാർട്ടി പ്രഖ്യാപനം നടത്തുവാനാണ് ലക്ഷ്യമിടുന്നത്. 1 ലക്ഷത്തിലധികം പേരെ പാർട്ടിയുടെ ഭാഗമാക്കുവാനാണ് ലക്ഷ്യം വെക്കുന്നത്. നല്ല വിദ്യാഭ്യാസം, ജോലി, ആരോഗ്യ സംരക്ഷണം എന്നിവ തേടി ബീഹാറിലെ ഭാവി തലമുറ സംസ്ഥാനത്തിന് പുറത്തേക്ക് പോകാത്ത തരത്തിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കാൻ അണികൾ തയ്യാറാകണമെന്നും പ്രശാന്ത് കിഷോർ പറയുന്നു. ആ ലക്ഷ്യം നേടിയെടുക്കാൻ പോരാടേണ്ടി വരും, എന്നാൽ അതിലൂടെ നിങ്ങളുടെ ഭാവി തലമുറയെ സുരക്ഷിതമാക്കാൻ സാധിക്കുമെന്നും നേതാവ് ചൂണ്ടിക്കാണിക്കുന്നു. അടുത്ത വർഷം നടക്കുന്ന ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രശാന്ത് കിഷോറിൻ്റെ പാർട്ടി മത്സരിക്കും. ജൻ സൂരജ് പാർട്ടിയെ താൻ നയിക്കില്ലെന്നും പാർട്ടി അംഗങ്ങളിൽ നിന്ന് തന്നെ നേതാക്കളെ തെരഞ്ഞെടുക്കുമെന്നും പ്രശാന്ത് കിഷോർ പറയുന്നു. പാർട്ടിയുടെ 25-ൽ പരം ഉന്നത സ്ഥാനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് 7-അംഗ സമിതിയുടെ നേതൃത്വത്തിൽ ആഗസ്റ്റ് 15 മുതൽ 20 വരെയുള്ള ദിവസങ്ങളിൽ നടത്തുവാനും തീരുമാനിച്ചു. സമസ്തിപൂരിൽ നിന്നുള്ള ഡോക്ടർ ഭൂപേന്ദ്ര യാദവ്, ബെഗുസാരയിൽ നിന്നുള്ള ആർ.എൻ. സിംഗ്, വിരമിച്ച IAS ഉദ്യോഗസ്ഥൻ സുരേഷ് ശർമ്മ, സിവാനിൽ നിന്നുള്ള അഭിഭാഷകനായ ഗണേഷ് റാം, കിഴക്കൻ ചമ്പാറിൽ നിന്നുള്ള ഡോക്ടർ നസീം, ഭോജ്പൂരിൽ നിന്നുള്ള വിരമിച്ച IAS ഉദ്യോഗസ്ഥനായ അരവിന്ദ് സിംഗ്, മുസാഫർപൂരിൽ നിന്നുള്ള സ്വർണലത സാനി എന്നിവരാണ് 7-അംഗ സമിതിയിൽ ഉൾപ്പെടുന്നത്. എന്തായാലും ബീഹാറിൽ പ്രശാന്ത് കിഷോറിൻ്റെ പാർട്ടിക്ക് കാര്യമായി ഒന്നും ചെയ്യാനില്ലെന്ന് മറ്റു പാർട്ടികൾ പറയുന്നുണ്ട്. നിലവിൽ മുന്നണിയുടെ ഭാഗമാകാൻ ഇല്ലെങ്കിലും വരും കാലത്ത് ഏതെങ്കിലും മുന്നണിക്കൊപ്പം നിൽക്കുവാനും പ്രശാന്ത് കിഷോർ ലക്ഷ്യമിടുന്നുണ്ട്.